ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ഇന്നും തെരച്ചിൽ തുടരുകയാണ്. കാലാവസ്ഥ മോശമായതിനാൽ സന്നദ്ധ പ്രവർത്തകരെ തെരച്ചിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഫയർഫോഴ്സിന്റെയും NDRFിന്റെയും നേതൃത്വത്തിലാണ് ഇന്ന് തെരച്ചിൽ പുരോഗമിക്കുന്നത്. 124 പേരെ ഇനിയും സർക്കാർ കണക്ക് പ്രകാരം കണ്ടെത്താനുണ്ട്. ദുരന്തത്തിൽ ലഭിച്ച മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഉൾപ്പെടെ 401 DNA പരിശോധന പൂർത്തിയാക്കി. ഇനി കണ്ടെത്താനുള്ളത് 124 പേരെയാണ്. ഇവർക്കായി തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ചൂരൽമല മുണ്ടക്കൈ മേഖലകളിൽ 6 സോണുകൾ കേന്ദ്രീകരിച്ചും ചാലിയാർ പുഴയുടെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുമാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഇന്ന് കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞനായ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള 6-അംഗ വിദഗ്ധ സംഘം ദുരന്തമേഖലയിൽ തുടരുകയാണ്. ദുരന്ത പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലെയും അനുബന്ധ മേഖലകളിലെയും അപകട സാധ്യതകളാണ് സംഘം വിലയിരുത്തുന്നത്. ദുരന്തം എങ്ങനെയുണ്ടായി, ഉരുൾപൊട്ടലിൽ എന്തെല്ലാം പ്രതിഭാസങ്ങളാണ് സംഭവിച്ചത് എന്നിവയെല്ലാം സംഘം വിലയിരുത്തുന്നുണ്ട്. 10 ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. 24 വയനാട്.